ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് നെക്ക് വിഡ്ത്തും 2.5 ഇഞ്ച് ഷോൾഡറിനും ടോട്ടൽ 5 ഇഞ്ച് ഷോൾഡർ, 5 ഇഞ്ച് ആം ഹോൾ. ഇതൊരു 6 വയസ്സുള്ള കുട്ടിക്കുള്ള ബ്ലൗസാണ്. അപ്പം ഇതിന് പിന്നീട് വേണ്ടത് ചെസ്റ്റാണ്. ചെസ്റ്റ് എത്രയാണ് അളവെങ്കിൽ അത് by 4. അതിൻ്റെ കൂടെ 1/4 ഇഞ്ച് ലൂസിങ്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പ്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഇറക്കത്തിന് നമ്മൾ എത്രയാണ് വിടുത്തെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ, അതായത് by 4 പ്ലസ് 1/4 ഇഞ്ച് ലൂസിങ്, അതുപോലെ 1 ഇഞ്ച് അതാണ് തയ്യൽ തുമ്പ്. അതേപോലെ തന്നെ താഴത്ത് ഹിപ്പ് മെഷർമെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ അതിൻ്റെ by 4. അതിൻ്റെ കൂടെ ലൂസിങ് വേണ്ട. 1/4 ഇഞ്ച് എന്ത് വേണം, ഈ സ്ലിറ്റ് അവിടെ ഒരു 3.5 ഇഞ്ചിൽ നമ്മളൊരു സ്ലിറ്റ് കൊടുക്കുന്നുണ്ട്. അത് മടക്കി അടിക്കുമ്പം നമുക്കൊരു 1/4 ഇഞ്ച് മാത്രം എക്സ്ട്രാ കൊടുത്താൽ മതി തയ്യൽ തുമ്പ്. ഓക്കെ, അതിന് ലൂസിങ് ഒന്നും വേണ്ട. പിന്നെ ഇറക്കം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും, അടിയിൽ മടക്കി തയ്ക്കുന്ന അതിപ്പോൾ പ്ലെയിനോ പട്ടയൊന്നും ഇല്ലാത്തതാണെങ്കിൽ, ചിലതിന് കസവുണ്ടാവും. ഇതിലിപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് കസവാണ്, അപ്പോൾ അതിന് ഞാൻ മടക്കിയൊന്നും തയ്ക്കാത്തതുകൊണ്ട് അതിന് തയ്യൽ തുമ്പൊന്നും കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ആം ഹോൾ 1/2 ഇഞ്ച് ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നെക്ക് 3.5 ഇഞ്ച് ഇറക്കം. അതുപോലെ തന്നെ ബാക്കിലെ നെക്ക് 2 ഇഞ്ചാണ് ഇറക്കം കൊടുത്തേക്കുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അത് വെട്ടുന്നത് മെയിൻ ഫാബ്രിക്കിൻ്റെ കൂടി ഇട്ടിട്ടാണ് ഞാൻ വെട്ടുന്നത്. അതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. സെപ്പറേറ്റ് ഇട്ട് വെട്ടേണ്ട ആവശ്യമില്ല. അപ്പം ഫ്രണ്ട് നെക്ക് ഏതാ ഷേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ഇതിൽ തന്നെ വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കിൽ ആം ഹോൾ കിട്ടത്തക്ക വിധത്തിൽ ഈ ലൈനിങ് ഒന്ന് വെട്ടിയെടുക്കുക വിത്ത് മെയിൻ ഫാബ്രിക്. അതിനുശേഷം നമ്മൾ ബാക്കിലെ പാർട്ട് വെട്ടുമ്പോൾ 1 സെൻറ്റിമീറ്റർ കൂടുതലിട്ടിട്ട് വേണം നമ്മൾ ബാക്കിലെ പാർട്ട് വെട്ടിയെടുക്കാൻ. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ പട്ട വെക്കാനായിട്ട് 1 സെൻറ്റിമീറ്ററോളം, അത് എത്രയാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് കൂടുതലിട്ടിട്ട് വേണം നമ്മൾ ബാക്കിലെ വെട്ടണം. അതൊരിക്കലും മറന്നു പോരുത്. ഇതങ്ങനെ ഇട്ടിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിലെ നെക്കും അതുപോലെ നമ്മൾ ബാക്ക് ആം ഹോളാണല്ലോ വെട്ടിയെടുത്തത്, അത് ആ ഫ്രണ്ടിൽ ആദ്യം ആ വെട്ടിയെടുത്ത പാർട്ടിൽ നമ്മൾ ഫ്രണ്ട് നെക്കും അതുപോലെ ഫ്രണ്ടിലെ ആം ഹോളും വെട്ടിയെടുക്കുക. ഇനി പാവാട തയ്ക്കാനായിട്ട് 2ആയി മടക്കിയിട്ടേക്കുകയാണ്. അത് 1/2 ഇൻറ്റു 3 അല്ലെങ്കിൽ 4 അങ്ങനെയാണ് അതിൻ്റെ ഒരു മെഷർമെൻറ്റ്. പിന്നെ അതുപോലെ അതിൻ്റെ വീതി നീളം അളന്ന് അത് വെട്ടിയെടുക്കുക. അതുപോലെ അതിലെ പട്ട 1.5 ഇഞ്ചാണ് പട്ട എങ്കിൽ മൊത്തം 4 ഇഞ്ച് വീതിയും നീളം എത്രയാണെന്ന് വെച്ചാൽ 19 ആണ്. 1/2 എന്ന് വെച്ചാൽ ഞാനൊരു 22ലാണ് ഇട്ട് വെട്ടിയേക്കുന്നത്. കാരണം അത് ഞാൻ ചരടിട്ട് കെട്ടുന്ന രീതിയിലാണ് അത് തയ്ച്ചേക്കണത്. അതുപോലെ തന്നെ സ്ലീവ് പഫ് സ്ലീവ് ആണെങ്കിൽ മടക്കിയിട്ടതിന് ശേഷം എത്രയാണ് നമ്മുടെ ഈ കൈൻ്റെ ആം ഹോള് വരുന്നത് എത്രയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്ലസ് 2 വീതിയും നീളവും കൂടുതലിടണം, എക്സ്ട്രാ ഇടണം. അത് പഫിൻ്റെ വലുപ്പത്തിനും നീളത്തിനൊക്കെ അനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം. പക്ഷേ അത് 2 ഒരുവിധം അത്യാവശ്യം നല്ല ഭംഗിയിൽ നിൽക്കും. അതിൽ കൂടുതലാവുമ്പോൾ വല്ലാതെ പൊങ്ങിയേക്കും. അപ്പോൾ അങ്ങനെ ഒരു അളവിൽ വേണം വെട്ടിയെടുക്കാൻ. ഇനി പഫ് കറക്റ്റായിട്ട് നിൽക്കാനായിട്ട് ഇതിൻ്റെ കക്ഷത്തിൻ്റെ ഭാഗത്ത് ജോയിൻ ചെയ്യണ ഭാഗത്ത് മാക്സിമം 1 ഇഞ്ച് മാത്രമേ വരാൻ പാടുള്ളൂ. അതിന് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു 1/2 ഇഞ്ച് വരെ ആവാം. പക്ഷേ 1 ഇഞ്ചിന് കൂടുതലാവരുത്. എന്നാലാണ് അത് പെർഫെക്റ്റായിട്ട് പഫി ആയിട്ട് തന്നെ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. പഫ് അങ്ങനെ നല്ല ഫോമായി നിൽക്കില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ.
ഇതിൽ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ എലാസ്റ്റിക്കാണ് വെച്ചേക്കുന്നത്. അതും കഴിഞ്ഞ് 1/2 ഇഞ്ച് കൂടുതലിങ്ങനെ ചുരുണ്ട് നിൽക്കാവുന്ന പാകത്തിനാണ് വെട്ടിയിട്ടിട്ടുള്ളത്. ചിലർ അതിൽ ഈ കസവ് വെച്ച് മടക്കി പൈപ്പിംഗ് പോലെ തയ്ക്കും. അപ്പം നമുക്ക് ഇത്രയും ഇറക്കം വേണ്ട. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ വെട്ടാൻ. ഇനി ആം ഹോളിൻ്റെ ഫ്രണ്ട് ഭാഗത്ത്, അതായത് കൈയിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരുന്ന ഭാഗത്ത് ഒരു ഇച്ചിരി കുഴിച്ചു വെട്ടുക. ലൈനിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 28 ഇഞ്ചാണ് ഇറക്കമെങ്കിൽ നമ്മളൊരു 20-22 നമ്മൾ ഇറക്കം. അതുപോലെ വേസ്റ്റ് 20 ആണെങ്കിൽ അതിൻ്റെ ഡബിൾ ഒരു 40 വീതി ലൈനിങ്ങിന്. അങ്ങനെയാണ് ഞാൻ വെട്ടിയെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ബ്ലൗസ് തയ്ച്ച് തുടങ്ങാം. അതിനായിട്ട് ഫ്രണ്ട് ഭാഗം ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ നെക്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം മറിച്ചിട്ടിട്ട് മോൾ വശത്തു കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്ക് പാർട്ടിലെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ തയ്ച്ചതിന് ശേഷം അത് മേലടിക്കേണ്ട, അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് നല്ല ഭാഗം, ഇതിൻ്റെ ഫ്രണ്ടിലെ നല്ല ഭാഗം കൂടെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഷോൾഡർ ഭാഗം അടിച്ച് മറിച്ചിടുക. അപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ വേണം അടിക്കാൻ. എന്നിട്ട് ബാക്ക് സൈഡിലും കൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഹുക്ക് വയ്ക്കുന്നിടത്തും അതിൻ്റെ പട്ട വയ്ക്കുന്നിടത്തും ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും കൂടെ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഹുക്കിൻ്റെ ഈ പട്ട വയ്ക്കുന്നതിനായിട്ട് ഒരു 2 ഇഞ്ച് വീതിയിൽ, പിന്നെ ആ ബ്ലൗസിൻ്റെ നെക്ക് തൊട്ട് താഴെ വരെ ഇറക്കത്തിലും ആയിട്ടുള്ള മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും, അതുപോലെ ഹുക്ക് വയ്ക്കുന്ന ഭാഗത്ത് റൈറ്റ് സൈഡിൽ നമ്മൾ ഉള്ളിലേക്ക് അടിച്ചു കൊടുക്കുന്ന ഭാഗത്ത് ഒരു 3/4 ഇഞ്ച് വീതി പ്ലസ് നമ്മൾ തയ്യൽ തുമ്പ് ഭാഗത്തോട്ട് പോകുന്ന 2 ഭാഗത്തും ഒരു 1/4 ഇഞ്ച് വീതത്തിൽ വരുന്ന വിധത്തിൽ നമ്മൾ അത് വെട്ടിയെടുക്കണം. അങ്ങനെ 2 പാർട്ട് വെട്ടിയെടുക്കണം. ഇനി സ്കേർട്ടിൻ്റെ പ്ലീറ്റ്സ് 1/2 × 3 ഞാൻ എടുത്തേക്കണേ. അപ്പോൾ 1.5 ഇഞ്ചിൽ പ്ലീറ്റ്സ് എടുത്ത് തയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ലൈനിങ്ങും തയ്ച്ചെടുക്കുക. ലൈനിങ് ഒപ്പമല്ല, ആദ്യം പ്ലീറ്റ്സ് എടുത്ത് തയ്ച്ചതിന് ശേഷം ലൈനിങ് ഇതിൻ്റെ ഒപ്പം 2 സൈഡിലും തയ്ച്ച് പിടിപ്പിച്ചതിന് ശേഷം ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കുക. അത് തയ്ച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 2 സൈഡിലും നമ്മൾ ഈ ലൈനിങ്ങും ഈ മെയിൻ ഫാബ്രിക്കും കൂടെ ഒരു എത്രയാണ് നമുക്ക് ഓപ്പൺ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3-3.5 ഇഞ്ചിൽ നമ്മൾ അകത്തേക്ക് ഒരു 1/4 ഇഞ്ച് അങ്ങനെ വരുന്ന വിധത്തിൽ ഉള്ളിലേക്ക് മടക്കി തയ്ക്കുക. ഇനി അരയിൽ വയ്ക്കേണ്ട ആ പട്ടയുണ്ടല്ലോ, അത് നമ്മൾ ഒരു 1/4 ഇഞ്ച് വെച്ച് അകത്തേക്ക് മടക്കി തയ്ച്ചതിന് ശേഷം ഏത് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഉള്ളിലത്തെ ഭാഗത്തുനിന്ന് നമുക്ക് തയ്ച്ചു തുടങ്ങാം. തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം മടക്കിയിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി പട്ട വെച്ചതിന് ശേഷം ഈ മെയിൻ ഫാബ്രിക് ഉള്ളിലേക്കും അതുപോലെ ലൈനിങ് കണ്ട, അതായത് ഈ അങ്ങോട്ട് ഉള്ളിലേക്ക്, അതായത് നമ്മുടെ മേത്ത് കുത്താത്ത രീതിയിലാണ്, രണ്ടും മുഖത്തോട് മുഖം വരുന്ന രീതിയിലാണ് സെപ്പറേറ്റ് നമ്മൾ ചുരിദാറിനൊക്കെ തയ്ച്ചെടുക്കുന്ന പോലെ, ഈ നെറ്റിൻ്റെ ചുരിദാറൊക്കെ നമ്മൾ തയ്ക്കില്ലേ അതുപോലെ 2 മുഖത്തോട് മുഖം വരുന്ന രീതിയിൽ, കുത്താത്ത രീതിയിലാണ് ഇത് തയ്ച്ച് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇനി ഇതിൻ്റെ അരയിലേക്കുള്ള വള്ളി നമുക്ക് ഭംഗിയാക്കി എടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ തന്നെ തുണി വെച്ചിട്ട് 2 കുഞ്ചലം തയ്ച്ചു കൊടുക്കുകയാണ്. നമുക്ക് ടസൽസൊക്കെ പുറത്തുനിന്ന് പല രീതിയിലുള്ള അതൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെനിക്ക് കഴിയാവുന്ന രീതിയിൽ ഇതിൻ്റെ തുണിയൊക്കെ വെച്ച് ഭംഗിയാക്കി എടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി കൈ നമ്മൾ പഫ് സ്ലീവ് എലാസ്റ്റിക് വെച്ച് നമ്മൾ ഫിനിഷ് ചെയ്തേക്കാണ്. അങ്ങനെ നമ്മുടെ പട്ടുപാവാട റെഡി. നോർമലായിട്ടുള്ളതും അതുപോലെ വോളിയം കൂടുതലുള്ളതും 2 പട്ടുപാവാടയുടെ ഫോട്ടോ ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.